നീവിക്കുട്ടാ, നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലോ? ഞങ്ങൾ കോട്ടയം ലുലുവിലേക്കാണ് പോയത്. ചെന്നപ്പോൾ തന്നെ അവളുടെ ഫേവറേറ്റ് സ്പോട്ടിൽ ഇരുന്ന് കഴിഞ്ഞു. ഹേയ് നിവി. അയ്യോ, ഇത് ഞാനാട്ടോ. അവളിങ്ങനെ ചില്ല് ചെയ്ത് നാട്ടുകാരെയൊക്കെ കണ്ട് ഒരു ജീപ്പൊക്കെ കയ്യിൽ വാങ്ങി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവളുടെ മുത്തശ്ശനുള്ളത് കൊണ്ട് അവൾക്ക് കറക്കി നടത്താൻ ആരുടെ ആവശ്യം വന്നില്ല. മുത്തശ്ശൻ്റെ മോളും ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അപ്പുറത്ത് കുറച്ച് സാധനങ്ങൾ മേടിക്കുന്ന കാര്യത്തിൽ തിരക്കിലായിരുന്നു. അതും ഇതും ഒക്കെ മേടിച്ചു. ഇതാട്ടോ അവളുടെ മാമൻ. അവൾ കംഫർട്ടബിൾ ആയിരുന്നെങ്കിലും നമുക്ക് ചൂടൊക്കെ എടുത്തിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം അത്രയും ക്രൗഡഡ് ആയിരുന്നു, നിറയെ ആൾക്കാർ. കണ്ടില്ലേ? അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഹൈപ്പറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾക്കുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചാൽ മതി അച്ഛാ, എനിക്കുള്ളതും കൂടെ നോക്കണ്ടേ എന്ന് പറഞ്ഞ് അവൾ അവളുടെ സെക്ഷനിലോട്ട് പോയി. എന്നിട്ട് എന്തൊക്കെയോ ടോയ്സ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആ കിടക്കുന്ന സാധനം അവളുടെ കണ്ണിൽ പെട്ടത്. അച്ഛൻ്റെ അല്ലേ മോള്, കാറ് കണ്ടാൽ വെറുതെ വിടില്ലല്ലോ, ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. മിക്കവാറും ഗൈസ് ഈ സാധനം നമ്മുടെ വീട്ടിലിരിക്കും. എന്തേലും ഇന്ത്യ മേടിച്ചു കൊടുക്കാനിരിക്കുവാണല്ലോ വീട്ടിലെ ആൾക്കാർ. എന്താ നീക്കുട്ട, ഇഷ്ടായോ അത്? അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ മേടിച്ച് കഴിച്ച് ഞങ്ങളിതേ വീട്ടിൽ പോകാൻ റെഡിയാവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടി ഷോപ്പിംഗ്. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.